ചാനൽ. അപ്പോൾ ഇന്ന് കുറേ നാളെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പുതിയ വീട്ടിലോട്ട് വരണതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാൻ. അപ്പോൾ ഇന്നോട്ട് നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം. അപ്പോൾ പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ നമ്മളൊരു ഡൈമല വീഡിയോ ആണ്. ഞാനിപ്പോൾ എനിക്കുള്ളൂ കേട്ടോ, സമയം 7 ഞാനിപ്പോൾ എനിക്കുള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീട്ടിൽ വന്ന പുതിയ റൂട്ടീനും പിന്നെന്താ എങ്ങനെയാണ് നമ്മുടെ പുതിയ വീട്ടിലെ നമ്മളോരോ ദിവസങ്ങളിൽ പോകുന്നതും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പം എന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി നമുക്ക് കൃഷ്ണനൊരു ചന്ദനത്തിന് കട്ടിക്കല എന്നുള്ളൊരു പതിവാണ് കേട്ടോ. അപ്പം നമുക്ക് ചന്ദനത്തിലേക്ക് കത്തിച്ച് കൃഷ്ണനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ വേഗം പോയി നെറ്റൊക്കെ അടിച്ചിട്ടാണ് എനിക്കതിന് മുന്നേ എല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോൾ നെറ്റൊക്കെ സെറ്റ് ചെയ്തു. ഇതാണ് കേട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ ഉണ്ടാക്കിയത് ചെറിയ ക്രിസ്മസ് ട്രീ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സ്റ്റാർ ഞങ്ങൾ ഇന്നലെ ഇട്ടതാണ് കേട്ടോ. ഇപ്പോൾ രാത്രി നല്ല രസമാണ്. അതിതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തുള്ള വ്യൂ. ഇതിപ്പോഴത്തെ സൈഡാണ്, ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം നല്ല സെറ്റ് ചെയ്ത് അടിച്ചാരി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ അടുത്ത് നമ്മുടെ പണി അടുക്കളയിലാണല്ലോ, അപ്പോൾ നേരെ അടുക്കളയിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ അടുക്കള. ഞാൻ പറഞ്ഞില്ലേ വീട് മാറുന്ന കാര്യമൊക്കെ. അടുത്ത വീഡിയോ നമുക്കൊരു ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വീട് ഫുൾ അലങ്കോലമായി കിടക്കണേന് എല്ലാ സാധനങ്ങളും ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ വീടിൻ്റെ ഒന്നിടാഞ്ഞേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടിയായി ചായ ഒക്കെ വെച്ചു. എനിക്ക് ചായക്ക് അത്യാവശ്യം കടുപ്പവും മധുരമൊക്കെ കൂടുതലൊക്കെ ആണ് ഇഷ്ടം. അപ്പം അത് കഴിഞ്ഞ് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊൻകതിറിൻ്റെ പുട്ടുപൊടി ഉണ്ട്. അപ്പോൾ പുട്ടും മുട്ട ഇരിപ്പുണ്ട്, മുട്ടക്കറി ഉണ്ടാക്കാൻ നമ്മളിന്ന് പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ നമുക്ക് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് അപ്പം നല്ല അടിപൊളിയായിട്ട് പുട്ടുപൊടിക്ക് ഞാൻ വോയിസ് കട്ട് ചെയ്തു കേട്ടോ. അപ്പം കണ്ണിൻ്റെ അവിടെ 2 ദിവസമായിട്ട് ഭയങ്കര വേദന, കണ്ണിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഭയങ്കര വേദനയായിട്ട് ഇങ്ങനെ തടിച്ചിരിക്കുന്നുണ്ട് കണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് പുട്ടുപൊടി എടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ച് കുഴച്ച് വെക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അതിലും എനിക്ക് കുറച്ചും കൂടിയിട്ട് സോഫ്റ്റായിട്ട് കിട്ടണത് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് അങ്ങനെ ഒരു അവസാനം ആകുമ്പോൾ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടണ പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ പുട്ടിനുള്ളത് കുഴച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അടുത്തത് ഇനി മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് മുന്നേ ചായ ഒരു കറക്റ്റ് പാകമായിട്ടുണ്ട്, ചൂടൊക്കെ. അപ്പോൾ അതൊന്നും എടുക്കാം. ഇനി ചായ കുടിച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കി അടുത്ത പണി. അപ്പോൾ ചായ കുടിച്ചോ ഇങ്ങനെ പയ്യനെ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. രാവിലെ തന്നെ എൻ്റെ മുഖമൊക്കെ ആകെ ഇങ്ങനെ വീർത്തിരിക്കുന്നു ഫുള്ള്. ഉറക്കം ശരിയായിട്ടില്ല. ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്ന. ആമി ഉറക്കമൊന്നും തന്നെ ഉണ്ടായില്ല. ഇതുകൊണ്ടാണ് കേട്ടോ മുഖമൊക്കെ അങ്ങനെ. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഒരു കുരു വന്നിട്ടുണ്ട്, ഭയങ്കര വേദന. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മോറിൽ പോയായിരുന്നു കേട്ടോ. കുറച്ച്
അടുക്കളയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളൊരു വീഡിയോ കൂടി ഇടാം കേട്ടോ, ഷോർട്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കാൻ പോവാണ്. തക്കാളി ഉണ്ടായില്ല കേട്ടോ, ഞാനൊരു തക്കാളി വാങ്ങാൻ മറന്നു. ഒന്നുമില്ല പ്രത്യേകിച്ച്, ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം സവാള ഒന്ന് അരിയാൻ ചെറുതായിട്ട് അരിയുക. ആ നേരം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങാനിടാം കേട്ടോ. അപ്പോൾ മുട്ടയിൽ ഞാനിങ്ങനെ പുഴുങ്ങാനിടുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിടും. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ മുട്ടയുടെ ഉള്ളിലോട്ട് ഈ പുറത്തിടണ ഈ ഉപ്പ് എങ്ങനെ പിടിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പണ്ടേ അങ്ങനെ തന്നെ ശീലിച്ചേക്കണം. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, മല്ലിയില, ഇത്ര ഉള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകണത്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായി. അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു പണിയായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിക്കാം. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ, ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഒരു വലിയ സവാള ഫുൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടട്ടെ. ഞാൻ ഈ ടൈമിൽ തന്നെ ഉപ്പിടും, അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവണ വരെ വാട്ടിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വീട് മാറി പിന്നെ ഇവിടേക്ക് അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നലെ കടയിൽ പോയപ്പോൾ അത് വാങ്ങാൻ മറന്നുപോയി. പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഇല്ലെന്ന്. അപ്പം കറിക്ക് ജസ്റ്റ് ഒരു പുളി കിട്ടാൻ വേണ്ടി ഇവിടെ തൈര് ഇരിപ്പുണ്ടായി. അപ്പം ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് നോക്കിയിട്ടാ. ഇങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ചെറിയ രീതിയിൽ ഒന്ന് തളവന്നം. അതിന് മുന്നേ നമുക്കിപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഉപ്പ് കുറവുണ്ടല്ലോ, അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ മുട്ട റെഡിയായി. ഇനി മുട്ട സിമ്പിളായിട്ട് പൊളിക്കാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന പോലെ ശരിക്കും ഒന്നിങ്ങനെ അടിച്ചടിച്ചടിച്ച് ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ ഇത് അടിപൊളിയായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം മുട്ട ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. എന്നിട്ട് നമുക്ക് ഉപ്പൊന്ന് കറക്റ്റാണെന്ന് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മല്ലിയില ഇടുമ്പോൾ ഈ കറിയുടെ ഫുൾ ടേസ്റ്റ് തന്നെ മാറും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഏത് കറിയിലും മല്ലിയില ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പണ്ട് കഴിക്കില്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പുളിക്ക് പിന്നെയും കുറവുണ്ടായി. അപ്പോൾ ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസും കൂടിയും ടൊമാറ്റോയും റെഡ് ചില്ലി സോസും കൂടി മിക്സ് ചെയ്തത് കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇത് റെഡിയായി. അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ചട്ടിയും കൂടി ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സിമ്പിൾ തട്ടിക്കൂട്ട് മുട്ടക്കറി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു ഇത്ര സാധനങ്ങളൊക്കെ കുറവായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്, പക്ഷെ നല്ലതായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പുട്ടുപൊടിയുടെ അവസ്ഥ എന്തായി നോക്കാം. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പുട്ടുമേക്കാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പൊൻകതൻ്റെ പുട്ട് ഭയങ്കര സോഫ്റ്റായിരിക്കും കേട്ടോ. നമ്മൾ മറ്റ് പൊടി കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര സോഫ്റ്റായിട്ട് തോന്നാറില്ല. എന്നിട്ട് നമുക്ക് ഒന്ന് ആവിയേറ്റാൻ വയ്ക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ജീരകവെള്ളം കൂടി തിളപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. അപ്പം നമ്മുടെ പുട്ട് റെഡിയായി, ഒരെണ്ണം റെഡിയായി. അങ്ങനെ നമുക്ക് എല്ലാ പുട്ടും ചുട്ടെടുക്കാം.
ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആമി എന്തിനാണ് കരഞ്ഞ? നമുക്ക് എത്ര പല്ലുണ്ടാമി? പല്ല് കാണിച്ചാ നമ്മുടെ പല്ല് എവിടെ? നമ്മുടെ പല്ല് കണ്ട ഞങ്ങൾക്ക് കുറച്ച് 4 പല്ലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പല്ല് എടുക്കില്ലേ? ഞങ്ങൾ പല്ല് ഈ എടുത്ത് ഇവിടെ നോക്ക് ആമി. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടോ. നല്ല ചൂട് പുട്ടും നല്ല അടിപൊളി മുട്ടക്കറി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. പിന്നെ ഇത് നമുക്ക് ആമിക്കുള്ള മുട്ടയാണ് കേട്ടോ. ആമിക്ക് മുട്ട വെച്ചേ. ഇവിടെ നിൽക്ക് എന്തത് മുട്ട? ഹായ് പറഞ്ഞേ. ഞാനിങ്ങനെ ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് തരാം. ആ കയ്യിൽ വേണോ? കയ്യിൽ തരച്ചാ നമുക്ക്. അയ്യോ, കയ്യിൽ തരാം. ചായ കുറച്ച് കുടിച്ചോ. ചായ നമ്മൾ കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ. കുറച്ച് മുട്ട കഴിച്ച്. എങ്ങനെ ആമി എങ്ങനെ കൈ കൊട്ടണ? എങ്ങനെയാ കൈ കൊട്ടണ കാണിച്ച്? കൈ കൊട്ടണ കാണിക്ക. എങ്ങനെ കൈ കൊട്ട? കൈ കൊട്ടണ എങ്ങനെ? ലൈറ്റ് നമുക്ക് കൈ കൊട്ടാനറിയോ? കൈ കൊട്ടാനറിയോ നമുക്ക്? കൈ കൊട്ടി. നീ തമ്പായിന് എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? തമ്പായിനെ തൊഴിൽ എങ്ങനെയാണ് കാണിച്ചു കൊടുത്ത്? തമ്പായിനെ എങ്ങനെ തൊഴാ? ആൾക്ക് തൊഴാനൊക്കെ അറിയാം. പക്ഷെ നമ്മ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഒരു സാധനം കാണിച്ചു തരാം. തമ്പായി ഇവിടെ. തമ്പായിനെ എങ്ങനെ തൊഴണം? തമ്പായിനെ തൊഴുത്. തമ്പായി തൊഴുത് തൊട്ടുമ്മോച്ച് തൊട്ട് ഉമ്മോക്ക്. ഇങ്ങനെ തമ്പായിനെ തൊഴണം. ആരത്? കൃഷ്ണ. തുറക്ക്. ആമി ഹലോ ആരെ നോക്കുന്ന? ഇന്നലെ ആമി തല തട്ടി കളിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ ചെറുതായിട്ടൊരു പാട് കണ്ട. ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്.
എന്തുട്ടല്ല അവിടെ എന്തുട്ടുള്ളൂ ഇവിടെ കാക്ക ആരത് ആമി പട്ടി എങ്ങനെ കരയണ ആ ബോബു എങ്ങനെ പട്ടി കരയണ പൂച്ച എങ്ങനെ കരയാ മിയാവും ഇപ്പൊ രാവിലെ എണീറ്റ ആളുടെ പരിപാടി ഇതാണ് കേട്ടോ ഇവിടെ വന്ന് നിന്ന് കാക്കനൊക്കെ കളിപ്പിക്കലാണ് കാക്കനൊക്കെ നോക്കി നിൽക്കും ഞങ്ങൾ അല്ല അമ്മി ആമസേ വായോ മറ്റേ വീടായിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം രാവിലെ ഇവൾക്ക് എപ്പോഴും റൂമിൽ തന്നെ ആയിരിക്കും കാരണം അവിടെ സ്റ്റെയറൊക്കെ ഉള്ളതുകൊണ്ടേ വീഴോന്നൊക്കെ ഉള്ള പേടിയുണ്ട് അങ്ങനെ റൂമിൽ തന്നെ ആയിരിക്കും ഇവിടെ വന്നപ്പോൾ ഇപ്പം ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അല്ല മീ ഞങ്ങൾക്ക് നടക്കാം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടി നടക്കലാണ് ഇപ്പം മീ നമ്മുടെ ട്രീ എവിടെ ക്രിസ്മസ് ട്രീ എവിടെ എവിടെ ക്രിസ്മസ് ട്രീ എവിടെ സ്റ്റാർ എവിടെ സ്റ്റാർ എവിടെ നമ്മുടെ കാണിച്ചു തരും എനിക്ക് അറിയോ സ്റ്റാർ അറിയോ മാമിക്ക് ദേ ക്രിസ്മസ് പാപ്പ ഹായ് ലവ് യു പറഞ്ഞേ ഉമ്മ എവിടെ പോണ് പുറത്തു പോവാ ബാ നമുക്ക് പുറത്തേക്ക് പോവാ വാ പിടിക്കോ വാ ഇറങ്ങിക്കോ നടന്നു വെച്ച് ഓടിക്കോ 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 ഏതാട്ടെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ വായോ ഓടിവാ എന്ന് അടച്ചിട്ടേക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല വായ അപ്പം ഞങ്ങളങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം പുറത്തൊക്കെ നടന്നു അപ്പം ഞാൻ രാവിലത്തെ ആ ഒരു ടൈം മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു